നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇവിടെ എന്റെ വീട്ടിലല്ലേ, അത് നടക്കത്തില്ല. ചെറുതെ, എങ്ങോട്ടാ ഈ രാത്രി യാത്ര? ഒരത്യാവശ്യത്തിന്. എന്തത്യാവശ്യം? എന്തത്യാവശ്യമാണെങ്കിലും പറഞ്ഞിട്ട് പോയച്ചാ മതി. എന്താ അങ്ങനെ? ഇപ്പൊ അങ്ങനെയാ. ശരത്ത് ആരോടെ ഫോണില് രഹസ്യം പറയുന്ന കേട്ടായിരുന്നല്ലോ. എന്ത്? അന്നത്തെ സംഭവത്തിൽ അന്വേഷണമൊന്നുമില്ല, ആരും പിന്നാലെ ഇല്ല എന്നൊക്കെ. ഓ, അതിന്റെ ഇടയിൽ അവളുടെ ഒരു CID പണി. നീ എന്തിനാണ് ഈ രഹസ്യം പിടിക്കാൻ നടക്കുന്നത്? അമ്മേ, ആദ്യം ശരത്ത് മറുപടി പറയട്ടെ, അത് കഴിഞ്ഞ് മതി ശരത്ത് മോന് വേണ്ടി പരിചമുട്ട് കളിക്ക് ഇറങ്ങാൻ. അച്ഛാ, അത് പിന്നെ നമ്മുടെ ആധാരം പോയ കേസിന്റെ കാര്യം എൻ്റെ ഒരു സുഹൃത്തോട് പറയായിരുന്നു. അവൻ വില്ലേജ് ഓഫീസിലെ UDCയാ. അവനെ കാണാനാ ഞാൻ പോകുന്നത്. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പോലും ആവത്തില്ലെന്ന ശരത്ത്. ശരത്ത് ഇപ്പോ ഒരു UDC LDCയും കാണാൻ ഈ രാത്രി പോണ്ട. അങ്ങനെ ആധാരം എനിക്ക് വേണ്ടതാണ്. അന്നും ശരത്ത് നിന്ന നിപ്പിൽ ഒരു പോക്കങ്ങ് പോയി. അതിന്റെ പിന്നാലെ നിത്തി ഇറങ്ങിപ്പോയി. ഒടുക്കം എന്റെ കൊച്ചി ഈ വീട്ടിൽ തിരിച്ചു വന്നത് സ്ട്രെച്ചറില്ല. പകുത്ത് കിടക്കുന്ന ഏത് അവസ്ഥയിലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നിത്യ ഇറങ്ങിപ്പോയതിന്റെ പിന്നാലെ ഇറങ്ങിപ്പോയവരും ഉണ്ട്. അതുകൊണ്ട് അവൾക്കിപ്പോ ജീവനെങ്കിലും മിച്ചമുണ്ട്. രാത്രിയിൽ ഇവിടെ ഒരു തർക്കോ വാദപ്രതിവാദോ വേണ്ട. വഴക്കുണ്ടാക്കാനും വീട്ടിലെ സ്വൈര്യം കെടുത്താനും വെമ്പൽ കൊണ്ടു നിൽക്കുന്നവർക്ക് അതൊരു ഹരമായിരിക്കും. എനിക്കങ്ങനെയല്ല. ശരത്തെ, എന്റെ സുധിമോന്റെ സ്ഥാനത്ത് ശരത്തിനെ കണ്ടുകൊണ്ടാ ഞാൻ ഈ പറയുന്നത്. ശരത്ത് രാത്രിയിൽ എങ്ങും പോണ്ട. ശരത്ത് ഇവിടെ ഉള്ളതാ നിത്യം ഒഴുക്കൊരാശ്വാസം. അല്ലെങ്കിലും അമ്മയുടെ മകന്റെ സ്ഥാനത്താണല്ലോ ഞാൻ. അമ്മയും എന്റെ മുത്തശ്ശിയൊന്നും ഞാൻ ധിക്കരിക്കില്ല.